എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം, വെൽവെറ്റ് കേക്ക്, അതും നേക്കഡായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കി വയ്ക്കാം. അത് ഒരു കപ്പ് ചെറു ചൂട് പാലിൽ ഒരു 1.25 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വിനീഗർ വേണമെങ്കിൽ ഒഴിക്കാം, ഏതായാലും കുഴപ്പമില്ല. അത് ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് റെഡിയായി കിട്ടും. 2 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇനി ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊരു നല്ല വൃത്തിയുള്ളൊരു ബൗളിലാക്കിയിട്ട്, അതായത് ഒട്ടും വെള്ളമൊന്നും പാടില്ല, അതിലേക്കാക്കി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ വേണമെന്നൊന്നുമില്ല, വിസ്ക് അല്ലെങ്കിൽ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. പിന്നെ ബട്ടറും പിന്നെ മുട്ട, അങ്ങനെ കേക്കിന് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വൈറ്റ് കളറിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഇനി മധുരം കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് വരെ ചേർക്കാം. ഇതിലേക്ക് 2 മുട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത്. 2 ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്തത് പൊട്ടിച്ചൊഴിക്കുക. ഇനി അതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം നന്നായിട്ട് പതഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു. അതിനുശേഷം ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അത് ഒന്നിച്ച് തന്നെ ഇടണ്ട, കുറേശ്ശെ ഒരു 3 ഭാഗം ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മിക്സ് ആയതിന് ശേഷം നമ്മൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അത് മിക്സ് ആയതിന് ശേഷം വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ മാറി മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ഇനി കളർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ റെഡ് ജെൽ കളറാണ് ചേർക്കുന്നത്. ലിക്വിഡ് കളറാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഇതിന് എത്ര കളർ വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ബേക്ക് ചെയ്യാനുള്ള ട്രേ ഒക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനാണ്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തത്. പല ഓവനിലും പല മാതിരിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓവനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എത്ര സമയം വയ്ക്കണമെന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. അതനുസരിച്ചിട്ട് ചെയ്യുക. അതിനുശേഷം ഈ ബാറ്റർ അതിലേക്ക് വെച്ചിട്ട് 180 ഡിഗ്രിയിലേക്ക് ആക്കിയിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് സമയം വരെ ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക, ബേക്കായിട്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി വയ്ക്കണം. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ച് അതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ആ മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് വേറെ തട്ടിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഇനി ഇത് 2 പീസായിട്ട് മുറിക്കുന്നുണ്ട്. നടുവേ വെച്ചിട്ട് 2 പീസായിട്ട് മുറിക്കുകയാണ്. പിന്നെ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് മുറിച്ച് മാറ്റുന്നുണ്ട്, ഒന്ന് ലെവൽ ചെയ്യാനും. പിന്നെ അത് മുറിച്ച ഭാഗം നമ്മൾ കളയണ്ട, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എത്ര കട്ടിയിൽ വിപ്പിംഗ് ക്രീം വയ്ക്കണോ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ വീട്ടിൽ കഴിക്കാനുള്ളതായതുകൊണ്ട് അധികം ക്രീം വയ്ക്കുന്നില്ല. നമ്മൾ പുറമേ കൊടുക്കാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അതിന് മീതെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കാനും. പിന്നെ കേക്കിന് ഇപ്പം മധുരം കുറച്ച് കുറവാണെങ്കിൽ ഇതിൽ ആ ഷുഗർ സിറപ്പിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ.
അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇനി കവർ ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വയ്ക്കുമ്പോഴും അതിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഞാനതിവിടെ കാണിച്ചിട്ടില്ല, ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. കേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ആ ക്രീം നൈഫ് വെച്ചിട്ട് നന്നായിട്ട് വടിച്ചെടുക്കണം. സാധാരണ കേക്കിന് നമ്മൾ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് നല്ല തിക്കായിട്ടല്ലേ വയ്ക്കുന്നത്. ഈ കേക്കിന് അങ്ങനെയല്ല. നമ്മൾ ആദ്യം കവർ ചെയ്ത് കൊടുക്കുമെങ്കിലും പിന്നീട് അത് സൈഡിൽ നിന്ന് നന്നായിട്ട് വടിച്ചെടുക്കണം. അതായത് ആ കേക്കിൻ്റെ ലെയേഴ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ആ കേക്കിൻ്റെ സൈഡെല്ലാം ആദ്യമേ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ആ കളറെല്ലാം പുറത്തേക്ക് കാണുമല്ലോ. നമ്മൾ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അതുപോലെ ചെയ്യുക. വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിലൊരു 10-15 മിനിറ്റ് വച്ചതിന് ശേഷം വീണ്ടും ക്രീം പുരട്ടി കൊടുത്ത് ഇങ്ങനെ തന്നെ നമ്മൾ സൈഡെല്ലാം വടിച്ചെടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും. സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുകയാണ് നല്ലത്. അത് നന്നായിട്ട് ഇങ്ങനെ വടിച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ കണ്ടോ, ആ ലെയേഴ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലേ? അപ്പോൾ സൈഡെല്ലാം റെഡിയായതിനു ശേഷം നമുക്ക് മുകളിൽ കുറച്ചുകൂടെ ക്രീം വെച്ച് കൊടുത്ത് ഭംഗിയാക്കി എടുക്കാം. ഇനി മുകളിൽ പൂക്കൾ ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മളുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ വെറുതെ ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നേക്കഡ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് കേക്കിൻ്റെ ഭാഗങ്ങൾ കാണുന്ന രീതിയിൽ. ഇനി അതിന് മീതെ നമ്മൾ നേരത്തെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കുക. ഒന്നുമില്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചാലും മതി. എന്നിട്ട് അതൊന്ന് മീതെ വെതറി കൊടുക്കുക. ഇനി നിങ്ങളിങ്ങനെ നേക്കഡായിട്ടുള്ള കേക്കല്ല ഉണ്ടാക്കുന്നതെങ്കിൽ സൈഡിലൊക്കെ ക്രീം വെച്ചിട്ടാണെങ്കിൽ ഈ കേക്കിൻ്റെ ആ പൊടിയുണ്ടല്ലോ അത് എല്ലാം സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നേക്കഡ് വെൽവെറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.